ബൈബിൾ പുസ്തകങ്ങളിൽ കൂടെയുള്ളതായ ഒരു യാത്ര എന്ന ലെസണുകളിൽ ഇന്ന് നമ്മളെടുക്കുന്നതായ പാഠം 19ാമത്തെ ലെസണാണ്. 1 ശമൂവേൽ 16ാമത്തെ അധ്യായം മുതൽ ഇന്ന് നമ്മൾക്ക് കഴിയുന്നിടത്തോളം ഫിനിഷ് ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യണമെങ്കിൽ വളരെ സമയങ്ങൾ വേണ്ടിയത് ആവശ്യമാണല്ലോ. അപ്പോൾ ഓരോ അധ്യായങ്ങളിൽ കൂടെ കടന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈ പുസ്തകം നമ്മൾക്ക് കവർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് ലെസൺ നമ്പർ 18 അതായത് ശമൂവേലിൻ്റെ 1ാമത്തെ പുസ്തകം 16 വരെയുള്ളതായ അധ്യായങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. ശമൂവേൽ ശൗലിനെ ആദ്യമായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതായ കാര്യം നമ്മൾ പഠിച്ചു. അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരു പുതിയ രാജഭരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഈ രാജ്യം നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ രാജാവ് ഭരിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ശമൂവേൽ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നിട്ട് ആദ്യത്തെ ചില സമയങ്ങളിൽ ശത്രു രാജ്യങ്ങളുടെ മേൽ വിജയം ലഭിക്കുന്നതായ ശൗൽ രാജാവിനെയാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശൗൽ രാജാവിൻ്റെ മകനായിരുന്ന ജോനാഥാനും ദൈവത്തിൽ ശരണപ്പെട്ട് ഫിലിസ്ത്യരുടെ മേലും ഒക്കെ ജയം നേടുന്നതായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ശൗലിൻ്റെ മുന്നോട്ടുള്ളതായ ജീവിതത്തിൽ 2 അനുസരണക്കേടുകൾ മേജറായിട്ട് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് അമേലെക്യരെ തോൽപ്പിക്കുമ്പോൾ അവരെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. ആ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവൻ ശ്രേഷ്ഠമായതിനെയൊക്കെ തിരികെ കൊണ്ടുവന്നതിനാൽ അവിടെ അനുസരണക്കേട് കാണിക്കുന്നു എന്നുള്ളതായ ഒരു കുറ്റം അവൻ്റെ മേൽ ദൈവം ശമൂവേൽ പ്രവാചകനിൽ കൂടെ എഴുതി വെക്കുന്നതായിട്ട് നമ്മൾക്ക് അവിടെ പഠിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ഫിലിസ്ത്യരോട് പിന്നീട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ളതായ ഒരു യാഗത്തിൻ്റെ അവസ്ഥയിൽ ആ യാഗം കഴിക്കുന്നതിന് വേണ്ടി ശമൂവേലിനെ വെയിറ്റ് ചെയ്യാതെ ശമൂവേൽ അല്പം താമസിച്ചു പോയപ്പോൾ ഒരു രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട അവൻ, പുരോഹിതൻ്റെ അഭിഷേകം ഇല്ലാത്തവനായിരുന്ന അവൻ ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്ത് അവൻ യാഗം കഴിച്ചതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു എന്നും അങ്ങനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ 2 അനുസരണക്കേടുകൾ ആയപ്പോൾ തന്നെ ദൈവം ശമൂവേലിനോട് പറയുകയാണ്, നീ നിൻ്റെ കൊമ്പിൽ തൈലപാത്രം എടുത്തുകൊണ്ട് പുറപ്പെടുക, നിനക്ക് മറ്റൊരുത്തനെ അഭിഷേകം ചെയ്യുവാനായിട്ടുണ്ട്. ശൗലിനോട് പറയുകയുണ്ടായി, നിൻ്റെ അഭിഷേകം നിന്നിൽ നിന്നും എടുത്ത്, നിൻ്റെ കിരീടം നിന്നിൽ നിന്നും എടുത്ത്, നിൻ്റെ ഈ രാജ്യത്വം നിന്നിൽ നിന്നും എടുത്ത് നിൻ്റെ ഒരു കൂട്ടുകാരന് ഞാൻ കൊടുത്തിരിക്കുന്നു, അത് ദൈവം അവനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ശൗലിൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിഭ്രമം ഉണ്ടാകുകയും അതാരായിരിക്കും എന്ന് അന്വേഷിച്ചുകൊണ്ട് തുടർന്നുള്ള തൻ്റെ ജീവിതമൊക്കെ വളരെ പരിഭ്രാന്തിയിൽ മുൻപോട്ട് നീങ്ങുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 16ാമത്തെ അധ്യായം 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. അതിനെക്കുറിച്ച് നീ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അടുത്ത സ്റ്റെപ്പ് നീ എടുക്കുക. എന്താണ് ആ സ്റ്റെപ്പ്? അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ ഇശായിയുടെ അടുക്കൽ അയക്കും, അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അവിടെ ഈ സംഭവം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, നമ്മളുടെ കിരീടം
നഷ്ടപ്പെട്ടു പോകാതെ, അത് മറ്റൊരുത്തെങ്കിലേക്ക് മാറിപ്പോകാതെ നമ്മളത് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ അനുസരണത്തോടും വിനയത്തോടും ശ്രദ്ധയോടും കൂടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ നിന്നും പുറപ്പെട്ട് ബേത്ലഹേമിലേക്ക് കടന്നു പോവുക, അവിടെ ഇശായിയുടെ ഭവനത്തിലേക്ക് ചെല്ലണം എന്നാണ് 16-ാം അധ്യായത്തിൽ പറഞ്ഞത്. എന്നാൽ 16-ന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ശമൂവേൽ പ്രവാചകൻ, ഈ ശൗൽ രാജാവ് ഈ കാര്യം അറിഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളയും എന്നുള്ളതായ ആ ഭയം ദൈവത്തോട് അറിയിക്കുന്നു. എന്നാൽ ദൈവം അവിടെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് പോവുക, യാഗത്തിന് ഇശായിയെയും ക്ഷണിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു കോൺഫ്ലിക്റ്റൊക്കെ അവോയ്ഡ് ചെയ്ത് സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ശമൂവേലിനോട് പറയേണ്ടത്. 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അവിടെ ദൈവം പറയുന്നതായ ഒരു പ്രത്യേക കാര്യമുണ്ട്. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിനക്ക് അന്നേരം കാണിച്ചു തരും. ഇവിടെ അഡ്വാൻസായിട്ട് ശമൂവേൽ പോകുന്നതിന് മുമ്പായിട്ട് ദൈവം എല്ലാ കാര്യങ്ങളും പേജ് ബൈ പേജായിട്ട് അല്ലെങ്കിൽ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമ്പറിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ തുടർന്നു പോകുമ്പോൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ദൈവം തൻ്റെ ആലോചന തൻ്റെ ദാസന്മാർക്ക് നൽകി ദൈവം നടത്തും. ആലോചനയിൽ വലിയവനായ കർത്താവ് നടത്തും എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം. ഇവിടെ ശമൂവേൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെയും നീ ഇവിടെ നിന്നും ബേത്ലഹേമിലേക്ക് പോകുക, നീ അവിടെ ചെല്ലുമ്പോൾ അന്നേരം ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്നാണ് പറയുന്നത്. ഈ ഒരു സത്യം വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾക്ക് വീണ്ടും വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത് ഒരു ഫോർ എക്സാമ്പിൾ മോശയോട് പറയുന്നു, നീ ഫറവോൻ്റെ അടുക്കലേക്ക് ചെല്ലുക, അവിടെ ചെന്നിട്ട് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്താൽ അങ്ങനെ ചെയ്ത് അവൻ നിന്നെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അവൻ്റെ അധികാരത്തിൽ നിന്നും അധീനതയിൽ നിന്നും അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്നും വിടുവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെടുന്നതായ മോശയ്ക്ക് അവനും ചില പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ ദൈവം പറഞ്ഞു, നിൻ്റെ വടി നിലത്തേക്ക് ഇടുമ്പോൾ അത് സർപ്പമായി തീരും. എന്നാൽ അതിനടുത്തുള്ളതായ സംഭവം ദൈവം മോശയോട് പറഞ്ഞില്ല. എന്നാൽ അതൊരു സർപ്രൈസായിരുന്നു. അവിടുത്തെ മന്ത്രവാദികൾ വന്ന് അവരുടെയും വടികൾ അവിടെ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. അതിനെ എങ്ങനെ തരണം ചെയ്യുന്നതെന്ന് മോശയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ദൈവം അവിടെ അത്ഭുതകരമായിട്ട് അന്നേരം അപ്പോൾ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയുടെ വടി അല്ലെങ്കിൽ മോശയുടെ വടിയിൽ നിന്നും ഉളവായതായ സർപ്പം മന്ത്രവാദികളുടെ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ടുള്ളതായ ഒരു പാഠമെന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ ജീവിതം ഒരു വിശ്വാസ ജീവിതമാണ്. ഇന്നത്തെ കാര്യം ഇന്നത്തേക്ക് ദൈവം നമ്മൾക്ക് നൽകി തരും. നാളത്തെ കാര്യത്തെക്കുറിച്ച് വറി ചെയ്യാതെ നമ്മൾ മുൻപോട്ട് പോവുക. നമ്മളുടെ യേശു തമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോഴും ഇതിന് വളരെ പ്രസക്തി കൊടുത്തുകൊണ്ടാണ് ഈ പാഠം നമ്മളെ പഠിപ്പിച്ചത്. ഓരോ ദിവസത്തേക്കുള്ള ആഹാരം നമ്മൾക്ക് കർത്താവ് തരും. അതിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുക. നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നാണ് യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളുടെയും ഈവൺ മിനിസ്ട്രി ലൈഫിൽ തന്നെയും മുന്നോട്ടുള്ളതായ 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം എന്ന് ഉള്ളതായ കാര്യങ്ങളിൽ
ഒരു മാനുഷികമായ രീതിയിൽ നമ്മൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും ദൈവം നമ്മെ നടത്തുന്നത് വിവിധങ്ങളായ രീതിയിലായിരിക്കും. വാതിലുകളെയും വഴികളെയും അവൻ അത്ഭുതകരമായി തുറന്നു തരും എന്ന് അനുഭവമുള്ളതായ ദൈവദാസന്മാരിൽ നിന്നും നമ്മൾ വളരെയധികം പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ വളരെ പഠിക്കേണ്ടതാണ്. പ്രൈസ് ഗോഡ്. എന്നിട്ട് 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ അവിടെ ചെന്ന് യാഗം കഴിച്ചു. അതിന് ശേഷമായിട്ട് ഈ ഇശായിയെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ മക്കൾ എവിടെയാണ്? ആദ്യത്തെ മകനെ കൊണ്ടുവരുന്നു. ഏലിയാബിനെ കണ്ടു. വളരെ നല്ല തടിയും പൊക്കവും ഒക്കെ ഉള്ളതായ മൂത്ത മകനെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകന് വളരെ സന്തോഷം തോന്നി. ഇവൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഞാൻ അഭിഷേകം ചെയ്യുവാൻ പോകുന്നവൻ എന്ന് ഹൃദയത്തിൽ അവൻ നിരൂപിച്ചു. എന്നാൽ അവിടെ ദൈവം പറയുന്നത്, ഇവനല്ല, നിൻ്റെ പുറമേ ഉള്ളതൊന്നും നോക്കരുത്, അവൻ്റെ ആകൃതിയോ പ്രകൃതിയോ വലിപ്പമോ ഒന്നും നോക്കരുത്, ദൈവം ഹൃദയത്തെ നോക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ മകൻ അബീനാദാബിനെ വിളിച്ചു. അവനെയും ദൈവം പറഞ്ഞു ശമൂവേലിനോട്, അവനും അല്ല, അടുത്ത മകനെ വിളിക്കുക എന്ന് പറഞ്ഞു. ശമ്മയെ വരുത്തി, അവനും അല്ല എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ 7 പുത്രന്മാരും ഈ ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പിൽ കൂടെ ഓരോന്നോരോന്നായിട്ട് നല്ല പട്ടാളത്തിലൊക്കെ പോയി നല്ല യോഗ്യതയൊക്കെ ഉള്ളതായ തടിയും വലിപ്പവും മിടുക്കും സൗന്ദര്യമൊക്കെ ഉള്ളവർ കടന്നു പോയെങ്കിൽ തന്നെയും ഇവിടെ ഈ 16-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക കാര്യം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും മക്കളെ നിനക്കുള്ളോ, ഇനിയും മക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് പറയുന്ന അവനെ ആളയച്ചു വരുത്തുക എന്ന് ശമൂവേൽ ഈ ഇശായിയോട് പറയുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആളയച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. ഇവിടെ ഈ മിസ്രൈമിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടതായ യോസേപ്പിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊരു സംഭവം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസേപ്പ് കാരാഗൃഹത്തിൽ ആയിരുന്നപ്പോൾ അവിടെ ഫറവോൻ പറയുകയാണ്, അവനെ ആളയച്ചു വരുത്തുക. ഇങ്ങനെ യോസേപ്പിനെ ആളയച്ചു വരുത്തി കാരാഗൃഹത്തിൽ നിന്നും വിളിച്ചു കൊണ്ടുവന്നു. അവൻ്റെ തലമുടിയൊക്കെ എല്ലാം വെട്ടി ശരിയാക്കിയതിന് ശേഷമായിട്ട് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കുളിപ്പിച്ച് നല്ല വൃത്തിയോടുകൂടിയാണ് അവനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ഇവിടെയും ദാവീദിനെ ആളയച്ച് ഈ കാട്ടിൽ നിന്നും ശമൂവേലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത്. 12-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ യഹോവ തൈലക്കൊമ്പെടുത്ത് ഇവനെ അഭിഷേകം ചെയ്യുക. ആ റൈറ്റ് പേഴ്സൺ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ദൈവം അന്നേരം വെളിപ്പെടുത്തി, ഇവൻ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തവൻ, നിൻ്റെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പെടുത്ത് അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു വശം ഇങ്ങനെയായിരുന്നു. അങ്ങനെ ദാവീദിനെ ശമൂവേൽ തൈലക്കൊമ്പിലുള്ളതായ തൈലം അവൻ്റെ തലമേൽ ഒഴിച്ച് അഭിഷേകം ചെയ്തു. അന്നു മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷക്തനായിട്ട് ദൈവം അവനെ തിരഞ്ഞെടുത്തതായിട്ട് കാണുന്നു. 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ശൗലിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടം അവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ശമൂവേലിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ഈ കീശിൻ്റെ മകനായ ശൗലിനെ വിളിച്ച് അഭിഷേകം ചെയ്യുന്നതായ ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ അഭിഷേകം ചെയ്തുവെങ്കിൽ തന്നെയും ഇവിടെ
നമ്മൾക്ക് കാണാനായിട്ട് 16-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഒരു ഫെയിലിയറിൻ്റെ ഘട്ടമാണ്. കാരണം അവൻ അനുസരണക്കേട് വീണ്ടും വീണ്ടും കാണിക്കുകയും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി, ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾക്ക് പഠിക്കുവാനായിട്ടുള്ളതായ ഒരു കാര്യം, ദൈവം ഒരുവനെ അഭിഷേകം ചെയ്താൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ആ ആത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നത് അവർ തന്നെ അറിയാതെ വിട്ടുപോകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ശിംശോൻ്റെ ജീവിതത്തിലും അങ്ങനെ നമ്മൾ കാണുകയാണ് ഉണ്ടായി. അവൻ പഴയതുപോലെ കുടഞ്ഞ് എഴുന്നേറ്റു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ എഴുന്നേൽക്കാം, ഫിലിസ്തീനെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ ശൗലിൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുന്നത് ആത്മാവ് അവനെ വിട്ടുപോയി, എന്നാൽ അത് മാത്രവുമല്ല, ഒരു ദുരാത്മാവ് അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് സ്ഥാനം പിടിച്ചു. പുതിയ നിയമത്തിൽ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭവനത്തിൽ നിന്നും ഈ ദുരാത്മാക്കളെയൊക്കെ ഒരു ദുരാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞിട്ട് അത് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ, ആരും അധിവാസമില്ലാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, അതിന് തുല്യമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ചിത്രവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആരും ഓക്യുപ്പൈ ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ വസിക്കാതെ ഇരുന്നാൽ, മറ്റ് ദുരാത്മാക്കൾ ശരീരത്തിലേക്ക് കടന്നു വരും, ഹൃദയത്തിലേക്ക് കടന്നു വരും, ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരും, ഓക്യുപ്പൈ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയായിട്ടിരിക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കണം. ശത്രുവിന് സ്ഥാനം കൊടുക്കരുത് എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. ഇവിടെ 16:21 ഇവിടെ വരുമ്പോൾ, 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ദാവീദ് തൻ്റെ അടുക്കൽ എത്തുകയാണ്. ശൗലിൻ്റെ അടുക്കലേക്ക് ഇതായി എത്തുന്നു. കാരണം ദാവീദ് കിന്നര വായനയിൽ വളരെ നിപുണനായിരുന്നു, എക്സ്പേർട്ടായിരുന്നു. അവൻ കാട്ടിൽ പോകുമ്പോഴും ആടുകളെ തീറ്റുമ്പോഴൊക്കെയും കിന്നരം വായിക്കുകയും അതിൽ എക്സ്പേർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അതിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആളായിരുന്നുവെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് രാജാവിൻ്റെ ഭൃത്യന്മാർ ഇവനെ രാജാവിൻ്റെ സന്നിധിയിൽ ദുരാത്മാക്കളെ കിന്നര വായന കൊണ്ട് ഓടിച്ചു കളഞ്ഞ് അവിടെ സൗഖ്യം പ്രാപിപ്പാൻ, ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു തെറാപ്പി പോലെ റെക്കമെൻഡ് ചെയ്യുകയും ഇവനെ ദാവീദിനെ പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം തുറന്നതായ ഒരു വഴിയാണ്. രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ യാതൊരു അർഹതയുമില്ലാതിരുന്നതായ ഈ ആടിനെ വളർത്തിക്കൊണ്ടിരുന്നതായ ആട്ടിടയനായ ദാവീദിനെ ഇതാ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം തുറന്നതായ ഒരു വഴി. അപ്പോൾ ശൗലിന് ദുരാത്മാവ് വരുമ്പോൾ ഈ കിന്നരം വായിക്കുക, കിന്നരം വായിച്ചിട്ട് അപ്പോൾ അവന് ആശ്വാസം ലഭിക്കും, ആ ദുരാത്മാവ് അവനിൽ നിന്നും വിട്ടുപോകും. അങ്ങനെ ആത്മശക്തിയോടുകൂടെ അവൻ അവിടെ ഒരു ശുശ്രൂഷ തുടങ്ങുന്നു. അങ്ങനെയാണ് ഈ കൊട്ടാരത്തിൽ അവന് ഒരു പ്രവേശനം ലഭിച്ചത്, ദൈവം ഒരു വഴി തുറന്നു കൊടുത്തത് എന്ന് കാണാം. എന്നാൽ ചാപ്റ്റർ 17 നമ്മൾ കടന്നു പോകുമ്പോൾ, വേഗം നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്, നമ്മൾക്ക് അധ്യായങ്ങൾ തീർക്കേണ്ടത് കൊണ്ട്. ഫിലിസ്തീർ ഇതാ യുദ്ധത്തിന് കടന്നു വരുന്നു ഇസ്രായേലിനോട്. അവിടെ 2 മലഞ്ചരിവുകളാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മലഞ്ചരിവിൽ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നു, അങ്ങേ മലഞ്ചെരുവിൽ ഇതാ ഫിലിസ്തീയരുടെ സൈന്യം നിൽക്കുകയാണ്. എന്നാൽ ഫിലിസ്തീയരുടെ സൈന്യത്തിൽ നിന്നും വലിയ ഭീമാകാരനായ ഒരു ജയൻ്റായിട്ടുള്ളതായ ഒരു മനുഷ്യൻ മുൻപോട്ട് ഇറങ്ങി വരുന്നു. അവൻ്റെ പേരാണ് ഗോലിയാത്ത്. നമ്മൾ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ചരിത്രം വളരെ പ്രാവശ്യം ചെറുപ്പം മുതൽ തന്നെ പഠിക്കുന്നതാണ്.
ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം 30 ദിവസങ്ങൾ ഈ ഗോലിയാത്ത് ഫിലിസ്തീയരുടെ സൈഡിൽ നിന്നും മുൻനിരയിലേക്ക് വന്നിട്ട് ഇസ്രായേൽ സൈന്യത്തെ മൊത്തമായി വെല്ലുവിളിക്കുകയാണ്. ഞാനും ആരെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് മുൻപോട്ട് വരിക, നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, ആര് ജയിക്കുന്നോ അവർ ജയിക്കുന്നതായിട്ട് ഡിക്ലെയർ ചെയ്യുക. ജയിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ജയിക്കുന്ന രാജ്യത്തിന് മറ്റേ രാജ്യം അടിമകളായി തീരുക. ആ എഗ്രിമെൻറ്റിൽ ആരാണ് തയ്യാറുള്ളത്, ആ ധൈര്യമുള്ളവൻ വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെല്ലുവിളിച്ചപ്പോൾ ഈ രാജാവായിരുന്നതായ ശൗലും അതുപോലെ തന്നെ ഈ പട്ടാളത്തിലുള്ളതായ ഒരൊറ്റ വ്യക്തി പോലും അവനെ നേരിടുവാൻ ധൈര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിലാണ് ഈ ഇശായി തൻ്റെ, അതായത് ദാവീദിൻ്റെ പിതാവ് പറയുകയാണ്, നിൻ്റെ സഹോദരന്മാരൊക്കെ പട്ടാളത്തിലാണല്ലോ, അവിടേക്ക് നീ ഈ കാട്ടിൽ നിന്നും ചില ദിവസങ്ങളിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നീ ഈ ആഹാരവും ഈ വിശേഷ സാധനങ്ങളൊക്കെ ആ യുദ്ധസ്ഥലത്തേക്ക് കൊണ്ടുചെല്ലണം. അവിടെ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. നിൻ്റെ സഹോദരന്മാരൊക്കെ ക്ഷേമമായിട്ടിരിക്കുന്നോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. അങ്ങോട്ട് വിട്ടപ്പോൾ ആണ് ഈ ദാവീദ് ഇതാ ഈ ഭീമാകാരനായ ഗോലിയാത്തിൻ്റെ ഗർജിക്കുന്ന ശബ്ദം കേൾക്കുന്നു, വെല്ലുവിളി കേൾക്കുന്നു. ധൈര്യമുള്ളവൻ കടന്നു വരിക, ഞാനുമായിട്ട് യുദ്ധം ചെയ്യാം, എന്നെ ജയിക്കുവാൻ ധൈര്യമുള്ളവൻ ആരുണ്ട്, കരുത്തുള്ളവൻ ആരുണ്ട് എന്നുള്ളതായ ശബ്ദം അവൻ്റെ ഹൃദയത്തിൽ ലേക്ക് വളരെ ശക്തിയോടുകൂടെ കയറി ചെന്നപ്പോൾ ഈ ദാവീദ് ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? ഈ ജീവിക്കുന്ന എൻ്റെ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ, ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഇവൻ ആര്? ഇവനെ കൊന്നുകളഞ്ഞാൽ രാജാവ് അവന് എന്ത് കൊടുക്കും എന്നുള്ളതായ ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അവിടെ നിന്നിരുന്നതായ പട്ടാളക്കാർ ദാവീദിനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ദാവീദ് പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഇവനെ ഞാൻ തോൽപ്പിക്കാമെന്നുള്ളതായ ആ ധൈര്യത്തിലുള്ളതായ ആ വാക്ക് അവിടെ അവർക്ക് കൊടുത്തപ്പോൾ ഇതാ ശൗലിൻ്റെ അടുക്കലേക്ക് ആകെപ്പാടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ധൈര്യമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ അവനെ, ആ ദാവീദിനെ ശൗലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു റസമേ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ നിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ്, നിനക്കെങ്ങനെയാണ് അവനെ ജയിക്കുവാനായിട്ട് സാധിക്കുന്നത്? നീ ഒരു കൊച്ചു പയ്യനാണ്, അവൻ വളരെ ഭീമാകാരനായ ഒരു ജയൻ്റാണ്, എങ്ങനെ നീ ജയിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന 17-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഞാൻ ഒരിക്കൽ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം എൻ്റെ നേരെ ചാടി വന്നു, ഞാൻ അതിനെ അടിച്ച് കൊല്ലുകയുണ്ടായി. അതുപോലെ മറ്റൊരിക്കൽ ഒരു കരടി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു, അതൊരു ആടിനെ പോലെ ഞാൻ അതിനെ കൊന്ന് ആടിനെ അതിൻ്റെ വായിൽ നിന്നും രക്ഷിച്ചു എന്നുള്ളതായ ചരിത്രങ്ങളൊക്കെ ഈ ദാവീദ് ശൗലിനോട് പറയുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് അനുഭവിച്ചിട്ടുള്ളതായ ശൗലിന് ഒരു ചിന്തയുണ്ടായി, ഇങ്ങനെ ആത്മാവിൻ്റെ ശക്തി അവനുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ അവനത് സാധിച്ചേക്കും എന്നുള്ളതായ ഒരു ആശങ്ക അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പറയുകയാണ്, ഇതാ നിനക്ക് ഈ യുദ്ധത്തിനുള്ളതായ പടയങ്കിയും ഈ തലയിൽ വെക്കുന്ന താമ്ര ശിരസ്ത്രവും ഈ കവചവും ഒന്നുമില്ലല്ലോ, എൻ്റെ ഈ പടയങ്കിയും തലയിൽ വയ്ക്കുന്ന താമ്ര ശിരസ്ത്രവും കവചവും ഒക്കെ ഒന്ന് ഇട്ട് നോക്കുക, എന്നിട്ട് നീ അവനോട് യുദ്ധം ചെയ്യുക. കാരണം അവൻ അങ്ങനെയാണ് യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നത്. അനേക നൂറുകണക്കിന് റാത്തൽ ഭാരമുള്ളതായ ആയുധവർഗ്ഗങ്ങളാണ് അവൻ ധരിച്ചുകൊണ്ട് വരുന്നത്. നീ എൻ്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുക. എന്നാൽ അവനെ അതൊക്കെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അവൻ നടക്കുവാൻ വളരെ പ്രയാസം, അവൻ്റെ കൈയെടുക്കുവാൻ പ്രയാസം, അവൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുവാനായിട്ട് വളരെ പ്രയാസം. അവൻ പറയുകയാണ്, ഞാൻ ഈ വസ്ത്രമൊന്നും ഇട്ട് ശീലിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു ആയുധമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ
17 അധ്യായത്തിൻ്റെ 40 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു ഇടയസഞ്ചിയുണ്ട്, എൻ്റെ തോളത്തുകൂടെ ഒരു ഇടയസഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചില കല്ലുകളുണ്ട്, ആ മിനുസമുള്ള കല്ല് അത് മതി. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് അത് മാത്രമല്ല ഒരു കവിണയും എൻ്റെ കയ്യിലുണ്ട്. ആ കവിണയിൽ ഈ കല്ലുകളിൽ ഒന്ന് വെച്ചിട്ട് ആ മല്ലനെ ഞാൻ എറിഞ്ഞു കൊല്ലും, അവൻ താഴെ വീഴും എന്നുള്ളത് വളരെ നിശ്ചയമായിട്ടുള്ളതായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുൻപോട്ട് പോകുന്നു. അവൻ യുദ്ധത്തിനായിട്ട് ഗോലിയാത്തിനെ നേരിടാനായിട്ട് മുൻപോട്ട് പോവുകയാണ്. 17-43 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇവനെ കാണുമ്പോൾ, ദാവീദിനെ കാണുമ്പോൾ, നീ എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോൾ ദാവീദ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. നീ വാളും കുന്തവുമായിട്ട് വരുന്നു, വലിയ വാള്, വലിയ കുന്തം, അതുപോലെ തന്നെ ആയുധവാഹകൻ നിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാനോ നീ നിന്ദിച്ചതായ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓടി അവൻ്റെ അടുക്കലേക്ക് അടുക്കുന്നതായ ചരിത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം, ദാവീദിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ ദൈവമായ നീ നിന്ദിക്കുന്നതായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ദൈവത്തിൻ്റെ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് നമ്മളുടെ ആ ചിന്തകൾ യേശുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾക്ക് വിജയമുള്ളത്, യേശുവിൻ്റെ നാമത്തിലാണ് ശക്തിയുള്ളത്, യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇവിടെ കവണയിൽ നിന്നും ഒരു കല്ല് എടുത്ത് അവൻ വീശി ആ മല്ലൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നെറ്റിയുടെ ഒരു ഭാഗം മാത്രം താമ്ര കവചം ഇല്ലാത്തതായിട്ട് ഉണ്ടായിരുന്നു. ആ പോയിന്റിലേക്ക് അവൻ നോക്കിക്കൊണ്ട് കവണയിൽ നിന്നും കല്ല് അവൻ്റെ വളരെ ശക്തിയോടുകൂടെ എറിഞ്ഞു. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരുപക്ഷെ അവൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതി. അവൻ വിശ്വാസത്തോടുകൂടി ആ കല്ല് ആ മല്ലൻ്റെ നേരെ എറിയുമ്പോൾ ആ കല്ല് കവണയിൽ നിന്നും പോയി കഴിയുമ്പോൾ ആ കല്ലിനെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ നാമത്തിലാണ് വിജയം ഇവൻ കൽപ്പിച്ചത്. അങ്ങനെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ ആ കല്ല് എടുത്ത് എറിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും പോയ ആ കല്ലിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആ കല്ല് പോയി ആ മല്ലൻ്റെ തിരുനെറ്റിക്ക് കൊള്ളുകയും അവൻ അവിടെ വീഴുകയും ചെയ്തതായിട്ട് കാണുന്നു. ഇവൻ്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ല എങ്കിൽ, മറ്റ് വാളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും അവൻ ഓടിച്ചെന്ന് അവൻ്റെ വാൾ തന്നെ ഊരി, ഈ ഗോലിയാത്തിൻ്റെ വാൾ തന്നെ ഊരി അവൻ്റെ കഴുത്ത് വെട്ടിയെടുത്ത് കൊണ്ട് വിജയം പ്രഘോഷിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ ഇവനിവിടെ കീഴടക്കിയിരിക്കുന്നു. ഇനിയും ഇസ്രായേലിൻ്റെ അടിമകളായിട്ടാണ് ഫെലിസ്ത്യർ ജീവിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോഴേക്കും ഈ ഇസ്രായേൽ സൈന്യങ്ങൾക്കെല്ലാം വളരെ ചുണയായിത്തീർന്നു. അവരെല്ലാം ഓടിച്ചെന്ന് ഈ ഫിലിസ്തീയ പട്ടാളത്തെയൊക്കെ തോൽപ്പിക്കുകയും വെട്ടുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും ചാപ്റ്റർ 18 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ശൗലിൻ്റെ മകനായ യോനാഥാൻ, അവനും ഇങ്ങനെ കുറച്ച് പട്ടാളക്കാരുടെ ഒക്കെ അകമ്പടിയോടുകൂടെ ഈ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഈ യോനാഥാന് വിജയം നേടുന്നു. അതിന് ശേഷമായിട്ട്
നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യോനാഥാനും ദാവീദും വളരെ അടുത്ത സ്നേഹിതരായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദാവീദിന് രാജകൊട്ടാരത്തിലേക്ക് പ്രവേശനം കിട്ടി. എന്നിട്ട് അവനെ രാജാവ് അവനെ ഒരു സൈന്യാധിപനായിട്ട്, സൈന്യങ്ങളുടെ നേതാവായിട്ട് പല സ്ഥലങ്ങളിലേക്ക് യുദ്ധത്തിന് അവനെ അസൈൻ ചെയ്ത് അയക്കുന്നു. വിജയമൊക്കെ നേടുന്നതായിട്ടുള്ള കാഴ്ചകൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് 18-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ അവൻ വിജയശ്രീലാളിതനായിട്ട് ഈ മടങ്ങി വരുമ്പോൾ ഈ സ്ത്രീകളൊക്കെ പാടുകയുണ്ടായി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ളതായ ആ പാട്ട് പ്രതിഗാനമായിട്ട് പാടിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. 18-ന്റെ 9-ാമത്തെ വാക്യത്തിൽ അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി എന്ന്. ഇവിടെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ ഒരു ദാവീദിനെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിന് മുമ്പുള്ളതായ അധ്യായങ്ങളിൽ അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് തൻ്റെ ഇഷ്ടം ചെയ്തതായ ശൗലിൻ്റെ അഭിഷേകത്തെ മാറ്റിയിട്ട് നിൻ്റെ കൂട്ടുകാരന് നിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നുള്ളതായ വാക്കും കൂടെ ചേർത്ത് പറയുമ്പോൾ ഇവന് മനസ്സിലായി ഇവൻ്റെ രാജസ്ഥാനം ഒരു പക്ഷേ ഇവനായിരിക്കാം എടുക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവനെ തീർത്തേ മതിയാകൂ, ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞേ മതിയാകൂ എന്നുള്ളതായ ആ ചിന്ത അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അന്ന് മുതൽ ദാവീദിനോട് ശൗലിന് കണ്ണുകടി തുടങ്ങി. അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. 18-ന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മീഖൾ ദാവീദിന് ഒരു കണിയായിരിക്കേണ്ടതിന് അവൻ സ്ത്രീധനം ചോദിക്കുകയാണ്. ഈ മല്ലനെ കൊല്ലുന്നവന് തൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കാം എന്നുള്ളത് ഒരു പ്രോമിസായിരുന്നു. അങ്ങനെ വിവാഹം കഴിക്കുന്നതായ ആ വിഷയം വന്നപ്പോൾ ഇതാ ശൗൽ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നവൻ നീ എനിക്ക് സ്ത്രീധനമായിട്ട് ചില പ്രത്യേക കാര്യം ചെയ്യണം. 100 ഫെലിസ്ത്യരുടെ അഗ്രചർമ്മം ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവരെ കൊന്നു കളയണം. എന്നിട്ട് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകളെ വിവാഹം കഴിക്കാം. എന്നാൽ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പ്രവർത്തനത്തിൽ കൂടെ ദാവീദിനെ ഒതുക്കിക്കളയണം, അവനെ ഇല്ലായ്മ ചെയ്യണം, ഫെലിസ്ത്യരാൽ ഇവൻ നശിക്കപ്പെടണം എന്നുള്ളതായ ആ ഉദ്ദേശത്തോടു കൂടെയാണ് ഇവന് ഈ സ്ത്രീധനം ചോദിച്ചത്. 100 ഫെലിസ്ത്യരെ കൊന്നതിന് ശേഷമായിട്ട് കടന്നു വരിക. എന്നാൽ അവിടെയും ദൈവം കൃപ ചെയ്തിട്ട് ദാവീദ് പോകുന്നു, 100 പേരെ കൊന്നതിന് ശേഷമായിട്ട് കടന്നു വരുന്നു. അവിടെ അവനെ മീഖലിനെ വിവാഹം കഴിക്കുന്നു, രാജകൊട്ടാരത്തിൽ അവന് പ്രവേശനം ലഭിക്കുന്നു എന്ന് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ 18-ന്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു വാക്യമുണ്ട്. അതെഴുതിയിരിക്കുന്നത്, ശൗൽ ദാവീദിൻ്റെ നിത്യ ശത്രുവായി തീർന്നു. ശൗൽ ദാവീദിൻ്റെ നിത്യശത്രുവായി തീർന്നു എന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെ ശൗല് ദാവീദിൻ്റെ ശത്രുവായിട്ട് നിലകൊണ്ടു. ഒരു അപ്പൻ്റെയോ അല്ലെങ്കിൽ അമ്മായപ്പൻ്റെയോ ഭാര്യയുടെ അപ്പൻ്റെയോ സ്നേഹം കൊടുക്കാതെ അവനെ എങ്ങനെയെങ്കിലും ഒതുക്കിക്കളയുവാൻ വേണ്ടി പുറകെ നടന്ന ഒരു മനുഷ്യനായിട്ടാണ് ശൗലിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ ശൗൽ ഒരു പ്രസ്താവന ചെയ്യുകയാണ്. തൻ്റെ മകനായ യോനാഥാനോട് പറയുന്നു, അതുപോലെ തന്നെ സകല ഭൃത്യന്മാരോടും പറയുകയാണ്, ദാവീദിനെ നിങ്ങൾ കൊന്നുകളയണം. അത് രാജകൽപ്പനയാണ്. അതിന് എതിർ നിൽപ്പാനായിട്ട് ആർക്കും സാധ്യമാകുകയില്ല. അങ്ങനെ പറഞ്ഞു എങ്കിൽ തന്നെയും അവിടെ ശൗലിൻ്റെ മകനായിരുന്ന യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നു. അവന് അടുത്ത രാജാവായി ഇല്ല എങ്കിൽ തന്നെയും ഈ
സഹോദരിയുടെ ഭർത്താവായിട്ടുള്ളതായ ഈ ദാവീദ് രാജാവായി വരണം എന്നാണ് യോനാഥാൻ റിയലായിട്ട് ആഗ്രഹിച്ചത് എന്ന് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേലിന് വലിയ രക്ഷ, ഗോലിയാത്തിനെ കൊന്ന് ഇവൻ വരുത്തിയല്ലോ, നീ വെറുതെ കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്ത് എന്ന് ഈ മകനായി യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് ചോദിക്കുകയാണ്. കുറ്റമില്ലാത്ത ഈ രക്തത്തെ, അല്ലെങ്കിൽ ദാവീദിനെ നീ വെറുതെ കൊന്ന് എന്തിനാണ് പാപം വരുത്തിത്തീരുന്നപ്പ എന്നാണ് ഈ യോനാഥാൻ മകൻ അപ്പനോട് ചോദിക്കുന്നതായ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നാൽ അവിടെ അവനെ ശ്വാസിച്ചുകൊണ്ട് അവനെ മാറ്റി നിർത്തുകയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 19-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ, പിന്നെയും യുദ്ധമുണ്ടായപ്പോൾ ദാവീദ് ഫെലിസ്ത്യരെ കഠിനമായിട്ട് തോൽപ്പിച്ചു. അവിടെയും ഫെലിസ്ത്യരുമായിട്ട് കൂടെ യുദ്ധമുണ്ടാകുന്നതായ ഒരു കാലഘട്ടമായിരുന്നു ആ ശൗലിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ യുദ്ധമുണ്ടായപ്പോൾ അവരെ കഠിനമായി തോൽപ്പിക്കുവാനായിട്ട് ഈ ദാവീദ് ഈ സൈന്യങ്ങളുടെ ഒരു അധിപനായിട്ട് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ശൗലിനെ സഹായിച്ച ഒരു പടയാളിയായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു ഇൻസിഡൻറ്റ് നമ്മൾക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ കിന്നരവായനയിൽ വളരെ നിപുണനായിരുന്ന അവൻ ശൗലിന് ദുരാത്മാവ് വരുമ്പോൾ അതിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ വേണ്ടി, ആശ്വാസം കൊടുക്കുവാൻ വേണ്ടി കിന്നരം വായിച്ചുകൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നതായ കാര്യം അന്നും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഇതാ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം, അങ്ങനെയുള്ളതായ ഈ സമയത്ത് ദാവീദിൻ്റെ നേരെ എറിഞ്ഞുകൊണ്ട് അവനെ ഭിത്തിയോട് ചേർത്ത് തറയ്ക്കുവാൻ വേണ്ടി ഉന്നം വെച്ച് എറിഞ്ഞു. അത് ചെന്ന് ഭിത്തിയിൽ കൊണ്ടു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു പട്ടാളക്കാരനായ, വിദ്യകളൊക്കെ പഠിച്ചതായ ആ ദാവീദ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. അല്ലായിരുന്നെങ്കിൽ അവൻ ആ ഭിത്തിയോട് ചേർത്ത് ഈ കുന്തത്താൽ തറയ്ക്കപ്പെടുമായിരുന്നു എന്നുള്ളതായ ഒരു സീരിയസ് കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവും ആവശ്യമായ കൃപ അതിനുവേണ്ടി നൽകിക്കൊടുത്തു. ആ ശത്രുവിൻ്റെ കുന്തത്തിൽ നിന്നും ദാവീദിനെ ആ മുറിയിൽ നിന്നും രക്ഷിച്ചതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ശൗലിൻ്റെ മകൾ മീഖളും ദാവീദുമായിട്ട് വിവാഹം കഴിച്ച കൊട്ടാരത്തിൽ ഒരു മുറിയിൽ പാർക്കുമ്പോൾ മീഖൾ പറയുകയാണ്, വിവരമറിഞ്ഞിട്ട്, ഇതാ ശൗൽ നിന്നെ ഇന്ന് രാത്രി കൊല്ലുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ കാര്യം എന്നോടും പറഞ്ഞിട്ടുണ്ട്. അവനെ പുറത്ത് വിടരുത്, അവനെ ഇന്ന് രാത്രി കൊല്ലണം. ഈ വിവരം അറിഞ്ഞിട്ട് മീഖൾ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ഇന്ന് രാത്രി നീ കൊല്ലപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഈ കിളിവാതിൽ കൂടെ ഇറങ്ങി വെളിയിലേക്ക് പോയി ഓടിപ്പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ ഒരു ഓട്ടം ഈ കൊട്ടാരത്തിൽ നിന്നും ജീവരക്ഷയ്ക്ക് വേണ്ടി ഈ ദാവീദ് ഓടുന്നതായ ഒരു ഓട്ടമാണ്. അവിടെ നിന്നും ഇറക്കി വിടുന്നതായ ആ കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 19-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ ഓടിച്ചെന്നത് തന്നെ തൻ്റെ കൊമ്പിലുള്ളതായ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്തതായ ശമൂവേൽ പാർക്കുന്നതായ രാമയിൽ വരെ അവൻ ഒരൊറ്റ ഓട്ടത്തിന് അവിടെ ചെന്ന് ശമൂവേലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവനോട് എല്ലാ കാര്യങ്ങളും അറിയിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്, ഞാനെല്ലാം വിശ്വസിച്ചു, എല്ലാം ആത്മാർത്ഥയോടെ ചെയ്തു, രാജ്യത്തിന് വേണ്ടി ചെയ്തു, ഫെലിസ്ത്യരെ തോൽപ്പിച്ചു, മകളുടെ ഭർത്താവായിട്ട് ഒരു മകനായിട്ട് അവിടെ ജീവിച്ചു. എങ്കിൽ തന്നെയും എൻ്റെ ജീവൻ ഇതാ വളരെ അപകടത്തിലായിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശമൂവേലിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്ന അവസ്ഥ. രാമയിൽ ശമൂവേൽ പാർക്കുമ്പോൾ അവിടെ ഓടിച്ചെന്നു. അതിനുശേഷമായിട്ട് വീണ്ടും അവൻ തൻ്റെ സ്വന്തം ഭവനമായ ആ രാജകൊട്ടാരത്തിലേക്ക് ശൗൽ പാർക്കുമ്പോൾ അവിടെ ചെന്നിട്ടില്ല എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 20-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ്
യോനാഥാനോട് പറയുന്നതായ ഒരു വാക്യമുണ്ട്. അവർ തമ്മിൽ വളരെ സ്നേഹിതരാണ്, ഉറ്റ സ്നേഹിതരാണല്ലോ. അവരോടുള്ള കാര്യം ഉള്ളതുപോലെ ഒന്നും മറച്ചു വയ്ക്കാതെ പറയും. അവിടെ ദാവീദ് പറയുകയാണ് യോനാഥാനോട്, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് സമയവും നിൻ്റെ അപ്പൻ്റെയോ നിൻ്റെ ഭൃത്യന്മാരുടെയോ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ ഞാൻ മരിക്കുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അവൻ പറയുന്നത് നീ മരിക്കയില്ല, നീ അടുത്ത രാജാവാകും എന്നുള്ളതായ ഒരു സെൽഫ്ലെസ് ലവോടുകൂടെയാണ് യോനാഥാൻ ഈ ദാവീദിനെ സ്നേഹിച്ചത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 20-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു അപ്പൻ മകന് കൊടുക്കുന്ന അഡ്വൈസാണ്. ഒരുപക്ഷെ മകൻ രാജാവാകണം എന്നുള്ളതായ വലിയ ആഗ്രഹം ഈ ശൗലിന് ഉണ്ട്. എന്നാൽ ആ ആഗ്രഹം വെച്ചുകൊണ്ട് മകനോട് പറയുകയാണ്, നീ ഈ ദാവീദിനെ വളരെ ഉണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, യിശ്ശായിയുടെ മകൻ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിൻ്റെ രാജ്യത്വം ഉറയ്ക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ രാജ്യത്വം തെറിപ്പിച്ചുകൊണ്ട് അവൻ രാജാവാകും എന്നുള്ള കാര്യം എനിക്ക് നിശ്ചയമുണ്ട് എന്നാണ് ശൗൽ തൻ്റെ മകനോട് പറയുന്നത്. അതുകൊണ്ട് അവനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കിയിട്ട് നീ രാജാവായി തീരണം എന്ന് അവൻ വീണ്ടും പറയുന്നതായ സംഭവങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യോനാഥാനും ദാവീദുമായിട്ട് വളരെ സ്നേഹിതരായിരുന്നു. എന്നാൽ ദാവീദ് ഇതാ കൊട്ടാരത്തിൽ നിന്നും അവരുടെ ആ കൊട്ടാരത്തിലുള്ളതായ സൈന്യങ്ങളിൽ നിന്നും ഓടി എവിടേക്ക് പോകുന്നു? നാട് വിട്ട് ഓടിപ്പോവുകയാണ്. ആ നാട്ടിലേക്ക് അധിക സമയം ഇനി നിൽക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലത്തേക്ക് ഓടി അകലേക്ക് പോവുകയാണ്. എന്നാൽ യോനാഥാൻ പട്ടണത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ രണ്ട് കൂട്ടുകാരും തമ്മിൽ പിരിഞ്ഞ് ഒരാൾ പട്ടണത്തിലേക്ക്, ഒരാൾ കാട്ടിലേക്ക്, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക്, അല്ലെങ്കിൽ പാറക്കെട്ടുകളിലേക്ക്, അല്ലെങ്കിൽ ഗുഹരങ്ങളിലേക്ക്, അങ്ങനെയാണ് തുടർന്നുള്ളതായ യാത്ര നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദാവീദ് അവിടെ നിന്നും ഓടി, മരണഭീതിയോടുകൂടി അവൻ ഓടി നോബിൽ പുരോഹിതനായിരുന്നതായ അബീമേലെക്കിൻ്റെ അരികിൽ ചെന്നു. ഒരു പുരോഹിതനായിരുന്ന അബീമേലെക്കിൻ്റെ അടുത്ത് ചെന്നിട്ട്, കാരണം ഇവൻ അങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്നും ഒന്നുമില്ലാതെ ഓടിപ്പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണ്ടായോ? അപ്പോൾ വളരെ വിശപ്പുണ്ട്, ഇവിടെ എന്തുണ്ടെന്നെൻ്റെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ ആ വിശുദ്ധ ആഹാരം, വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുമ്പോൾ അത് വാങ്ങി ഭക്ഷിച്ചിട്ട് പോവുകയാണ്. അന്നത്തെ പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശമായിരുന്നു ഇങ്ങനെയുള്ളതായ വിശുദ്ധ അപ്പം പുരോഹിതന്മാർ മാത്രമേ കഴിക്കുവാനായിട്ട് പാടുള്ളൂ. ദാവീദിനത് കൊടുക്കുവാൻ ഒരു രീതിയിലും അന്നത്തെ നിയമം അനുവദിച്ചിരുന്നില്ല എന്ന്. എന്നാൽ അബീമേലെക്ക് എന്ന് പറയുന്ന പുരോഹിതൻ ദാവീദിന് ആ വിശുദ്ധ അപ്പം ആ ആലയത്തിൽ നിന്നും എടുത്ത് തൻ്റെ വിശപ്പടക്കുവാൻ ആ എമർജൻസി ടൈമിൽ കൊടുത്തു എന്ന് നമ്മൾക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, ഇവിടെ എന്തെങ്കിലും ആയുധമായിട്ട് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബീമേലെക്ക് പുരോഹിതൻ പറയുകയാണ്, ഇവിടെ മറ്റൊന്നുമില്ല, പണ്ട് നീ ഗോലിയാത്തിനെ കൊന്നിട്ട് അവൻ്റെ തലവെട്ടിയതിന് ശേഷം എടുത്തതായ ആ വാള് ഇവിടെ വെച്ചിട്ടുണ്ട്, പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോവുകയാണ് എന്നുള്ളതായ നിലയിൽ പറഞ്ഞുകൊണ്ട് ആ വാളും വാങ്ങിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്, പലരും ഈ വിശുദ്ധ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആലയത്തിനും ആലയത്തിലുള്ളതായ സ്ഥാനത്തിനും മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ യേശു പുതിയ നിയമത്തിൽ ഈ കാര്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അന്ന് ദാവീദ്
പുരോഹിതനിൽ നിന്നും വിശുദ്ധ അപ്പം വാങ്ങിക്കഴിച്ചില്ലേ? ആ ദാവീദിനെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? അപ്പോൾ ഈ ആലയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുവോ, അതോ ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മഹാപുരോഹിതനായിട്ട് വന്നതായ എനിക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നുവോ? ജീവൻ്റെ അപ്പമായി വന്നതായ യേശുവിനാണ് കൂടുതൽ സ്ഥാനം. ആലയത്തെക്കാളും ആ പഴയ നിയമ ആലയത്തിൻ്റെ ചിട്ടകളെക്കാളും കർമ്മങ്ങളെക്കാളും സ്ഥാനം കൊടുക്കേണ്ടത് യേശുവിനാണ്, യേശുവിൻ്റെ കൽപ്പനയ്ക്കാണ്. കാരണം അവനാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ജീവൻ്റെ അപ്പം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതായ വാക്കും വചനവും നമ്മൾ ഈ സമയം ഓർത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് അവൻ ഓടി ഗത്ത് രാജാവായ ആഖീശിൻ്റെ രാജ്യത്തേക്ക് കടന്ന് ചെല്ലുന്നതായിട്ട് കാണുന്നു. അവിടെ ചെന്നിട്ട് അവൻ വളരെ ഭയഭ്രാന്തനായി തീർന്നു. അവരൊക്കെ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഇവൻ ഗോലിയാത്തിനെ കൊന്നവനല്ലേ, അവൻ്റെ ഈ ഇസ്രായേലിൻ്റെ സൈന്യാധിപനാണ് ഇവനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകുകയില്ല, ഇവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞുകൊണ്ട് പടയാളികളൊക്കെ രാജാവിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം നൽകിയതായ ഒരു ബുദ്ധിയാണ് ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. അങ്ങനെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചപ്പോൾ ഈ ഗത്ത് രാജാവ് പറയുകയാണ്, ഈ രാജ്യത്ത് ഭ്രാന്തന്മാർ കുറവായിട്ടാണോ നീ മറ്റൊരു ഭ്രാന്തനെ കൂടെ എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അവനെ വെളിയിൽ കളക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നും പുറത്ത് പോകുന്നതായ ഒരു ചരിത്രവും ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ചാപ്റ്റർ 22 ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിന്നും ഓടി. അങ്ങനെ ദാവീദിൻ്റെ ജീവിതം ഒരു ഓട്ടത്തിൻ്റെ ശൃംഖലയാണ്. ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ജീവരക്ഷാർത്ഥം ഓടുന്നതായ ഒരു ദാവീദ്, ഒരു അഭിഷക്തനാണെങ്കിൽ തന്നെയും അവൻ്റെ സ്ഥാനം മോഹിച്ചുകൊണ്ട് രാജസ്ഥാനം എടുക്കുവാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് ഓടാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനെ അഭിഷക്തനെയാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് അവിടെ നിന്നും അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ ഗുഹയിലാണ് അവൻ്റെ വാസമെന്ന് പറയുന്നത്. അവനോടുകൂടെ ഉണ്ടായിരുന്നതായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരും അവൻ്റെ അടുക്കൽ കടന്നു വന്നു. അവൻ അവർക്ക് തലവനായി തീർന്നു. ഏകദേശം 400 പേര് ആ സമയത്തേക്ക് അവനോട് കൂടെ ചേർന്നു. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവനെ രക്ഷിപ്പാനായിട്ട് ദൈവം അവനു വേണ്ടി ഒരുക്കിക്കൊടുത്തു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഗത്തിൽ നിന്നും അവൻ ഓടി മോവാബിലെ മിസ്പയിൽ ചെന്നു. മോവാബ് രാജാവിൻ്റെ അനുവാദത്തോടുകൂടെ അപ്പനെയും അമ്മയെയും എല്ലാം കൂടെ അവിടെ കൊണ്ടുവന്ന് ദുർഗത്തിൽ പാർത്തു എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പനെയും അമ്മയും എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ട് മോവാബ് രാജ്യത്തിലുള്ളതായ മിസ്പയിൽ ചേർന്നിട്ട് മോവാബ് രാജാവിൻ്റെ അനുവാദത്തോടു കൂടെ ഞങ്ങളിവിടെ താമസിച്ചുകൊള്ളാം, യാതൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവർ താമസിക്കുകയാണ്. എന്നാൽ 22-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ശൗൽ ഈ വിവരം അറിയുന്നു. അവരറിയുന്നത് ഇതാ മോവാബ് രാജ്യത്തെ ഈ ദാവീദും കൂട്ടരും അപ്പനും അമ്മയും ഒക്കെ ഇതാ അവിടെ താമസിക്കുന്നു എന്ന് കണ്ടിട്ട് ഇവിടെ നോവിലെ പുരോഹിതന്മാരെ ഒക്കെ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ ദാവീദിന് വാൾ കൊടുത്തത്? എന്തുകൊണ്ടാണ് അവിടെ അവന് ആഹാരം കൊടുത്തത്, ഈ വിശുദ്ധ അപ്പം കൊടുത്തത് എന്നൊക്കെ അവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവിടെയുള്ളതായ 85 പുരോഹിതന്മാരെ കൊല്ലുന്നതായിട്ട് കാണുന്നു. കാരണം ചാരപ്രവർത്തി ചെയ്യുന്ന രാജാവിന് ന്യൂസ് കൊടുക്കുന്നതായ ഒരു വ്യക്തി, ദേവോഗ് എന്ന് പറയുന്നതായ ഒരു വ്യക്തി അവിടെ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവനാണ് ഈ ക്രൂരകൃത്യം ആ പുരോഹിതന് നേർക്ക് ചെയ്തത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അബ്യാഥാർ എന്നൊരുത്തൻ തെറ്റി ഒഴിഞ്ഞ്
ദാവീദിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് ഈ വിവരം അറിയിക്കുകയാണ്. ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായിത്തീർന്നു, നിനക്കത് തന്നത് മൂലം ഇതാ ഒത്തിരി പുരോഹിതന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബ്യാഥാർ പുരോഹിതനോട് പറയുകയാണ്, നീ എൻ്റെ അടുക്കൽ താമസിച്ചുകൊള്ളുക, എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസം ഉണ്ട്. എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസമുണ്ട്, യാതൊരു ഭയവും കൂടാതെ എൻ്റെ അടുക്കൽ നിനക്ക് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് അവന് അഭയം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. 23-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായ കയീല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ആക്രമിച്ച് അവരെ എല്ലാം തോൽപ്പിച്ച് ആ ജനങ്ങൾ അവിടെ കഷ്ടത അനുഭവിക്കുകയും അവരെ രക്ഷിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയും ആകുന്നതായ ഒരു സിറ്റുവേഷനാണ് അവിടെ നമുക്ക് കാണുന്നത്. ആ വിവരം അറിഞ്ഞപ്പോൾ ഇതാ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതാ കയീല ആരും സഹായമില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നു, ഞാൻ അവിടേക്ക് പോകണമോ, ഈ ഫെലിസ്ത്യരെ തോൽപ്പിക്കണമോ എന്ന ആലോചന ചോദിച്ചപ്പോൾ നീ ചെല്ലുക, അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കടന്നു ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് അവർക്ക് വിജയം നൽകി കൊടുക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഇതാ ദാവീദ് അവിടെ ചില ദിവസങ്ങൾ പാർക്കുമ്പോൾ ഈ വിവരം ശൗൽ അറിയുകയും ശൗൽ ഇതാ ദാവീദിനെ തേടി അവനെ കൊല്ലുവാൻ വേണ്ടി കയ്യിലേക്ക് കടന്നു വന്ന് അവനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ദാവീദ് ആ കയ്യേല എന്ന് പറയുന്ന സ്ഥലം വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ദുർഗങ്ങളിൽ താമസിച്ചു, പാറക്കെട്ടുകളിൽ താമസിച്ചു എന്നാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 23-ന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും ദൈവം അവനെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഇത്രയൊക്കെ റിസ്ക്കുള്ളതായ സ്ഥലത്തൂടെ പോയെങ്കിൽ തന്നെയും ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദൈവം അവനെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ശത്രുക്കൾ വളരെയുള്ളതായ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് പാർക്കുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ പെടാതിരിക്കുന്നത്, ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ നടത്തുന്നത് ദൈവമാണ് എന്നുള്ളതായ ഒരു ചിന്ത നമ്മൾക്കുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിപ്പാനും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരുവാനും സാധിക്കും എന്നാണ് ഈ ഭാഗത്തിൽ നിന്നും നമ്മൾ ഓർക്കേണ്ടത്. 23-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, യോനാഥാൻ തേടിച്ചെന്ന് ദാവീദിനെ ധൈര്യപ്പെടുന്നതായിട്ട് കാണുന്നു. നീ രാജാവാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ധൈര്യപ്പെടുന്നതായിട്ട് കാണുന്നു. എന്നാൽ ശൗല് വീണ്ടും അവനെ പിന്തുടരുകയാണ്. അങ്ങനെ പിന്തുടരുമ്പോഴാണ് ഒരു എമർജൻസി ന്യൂസ് 23-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, ഫെലിസ്ത്യർ ഇതാ ഞങ്ങളെ ആക്രമിക്കുന്നു, വേഗം മടങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശൗലിന് എമർജൻസി ആയിട്ടുള്ളതായ ഒരു ന്യൂസ് വരികയാണ്, മടങ്ങി വരണം. അപ്പോൾ ശൗലിനെ തേടി പുറകെ ഓടിക്കൊണ്ടിരുന്നതായ ഈ ശൗൽ രാജാവ് പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. സൈന്യങ്ങളെയൊക്കെ ശേഖരിച്ച് ഫിലിസ്ത്യരെ തോൽപ്പിച്ചതിന് ശേഷമായിട്ട് വീണ്ടും ദാവീദിൻ്റെ പുറകെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ദൈവം ഈ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജ്യത്താക്കിയത് രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാനാണ്, അവരെ പരിപാലിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇതാ ശൗലിൻ്റെ ആ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ഗോള്, അവൻ്റെ ലക്ഷ്യം തെറ്റിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ക്ഷേമം നൽകിക്കൊണ്ട് ഭരിക്കണമെന്നുള്ളതായ ആ കാര്യം മനസ്സിലാക്കാതെ, അതിനുവേണ്ടി സമയമെടുക്കാതെ കേവലം ഒരു മനുഷ്യനെ തേടി ഒരു ദൈവം അഭിഷേകം ചെയ്തതായ ഈ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി അവൻ്റെ പുറകെ ഉള്ള സമയം എല്ലാം നഷ്ടപ്പെടുത്തുന്നതായ ഒരു ശൗലിനെയാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിന് അവനെ ഉപയോഗിക്കുവാനായിട്ട് സാധ്യമാകയില്ല. ഇവിടെ 24-ാം അധ്യായം, നമ്മൾ വേഗം മുൻപോട്ട് പോവുകയാണ്, ഓരോ അധ്യായം കവർ ചെയ്ത് പോകുമ്പോൾ 24-ാം അധ്യായത്തിലേക്ക് വീണ്ടും ദാവീദിനെ തേടി ശൗൽ മരുഭൂമിയിൽ വരുന്നു. അവിടെ ഒരു ഗുഹയിൽ കിടന്ന് മയങ്ങുന്നതായിട്ട് കാണുന്നു. 24-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ,
അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാവീദും തൻ്റെ അടുത്ത പടയാളികളും കൂടെ ഇവൻ കിടന്ന് ശൗൽ കിടന്ന് ഉറങ്ങുന്നതായ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു. അവൻ്റെ ഒരു വസ്ത്രത്തിൻ്റെ ഒരഗ്രം മുറിച്ചിട്ട് അവൻ്റെ മേൽ വയ്ക്കാതെ ഇവനൊരു ദൈവത്തിൻ്റെ അഭിഷക്തനാണ്, അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ എൻ്റെ കൈകൾക്ക് അവകാശമില്ല, ദൈവം തന്നെ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചിട്ട് അവനെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരടയാളമെന്ന നിലയിൽ എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും മാറിപ്പോവുകയാണ്. എന്നിട്ട് നേരം വെളുത്തപ്പോൾ അവിടെ വിളിച്ച് പറയുകയാണ്, നിൻ്റെ വസ്ത്രാഗ്രം ഒന്ന് നോക്ക്, ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഇന്നലെ രാത്രി ഏൽപ്പിച്ചതാണ്. ഒരു കുന്തം കൊണ്ട് നിന്നെ ആ ഭൂമിയിൽ തറച്ച് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എന്നോടത് പറഞ്ഞെങ്കിൽ തന്നെയും അത് ചെയ്യാതെ നീ ഒരു അഭിഷക്തൻ എന്ന നിലയിൽ ഞാൻ ചെയ്തത് നീ ഇത് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? നിന്നെ കൊല്ലാമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതാ ശമൂവേൽ പൊട്ടിക്കരയുകയാണ്. എൻ്റെ മകനായ ദാവീദേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണ്, പെട്ടെന്ന് ഒരു അനുതാപം ഉണ്ടാകും, എന്നാൽ വീണ്ടും ഇതാ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. അതേ അവസ്ഥയാണ് ഈ ശൗലിൻ്റെ ജീവിതം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു രക്ഷിക്കപ്പെട്ടവൻ, തീരുമാനമെടുത്തവൻ, ദൈവസന്നിധിയിൽ നീതിമാനായിട്ട് ജീവിക്കുന്നവൻ എല്ലായ്പ്പോഴും സ്ഥിരം മനസ്സനായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ 25-ാമത്തെ അധ്യായം ഈ സമയങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് കാണുന്നത് ശമൂവേൽ പ്രവാചകൻ ഈ സമയങ്ങളിൽ മരിക്കുകയാണ്. അവനെ അടക്കം ചെയ്യുന്നു. ഇസ്രായേലിലെ ജനങ്ങളിലൊക്കെ അവനിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ലീഡർ, പ്രവാചകനായിരുന്നായ ലീഡർ മരിക്കുകയും അവൻ്റെ ആ കാലം കഴിയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെ ദാവീദ് കാടുകളിൽ ഒക്കെ പാർത്തുകൊണ്ട് അലഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതായ ആളുകളെയൊക്കെ ആശ്രയിച്ച് അവിടെയുള്ളതായ മൃഗങ്ങളെയൊക്കെ കൊന്ന് ആഹാരമായിട്ടൊക്കെ ഭക്ഷിച്ചും ധാന്യങ്ങളൊക്കെ ഭക്ഷിച്ചും ഒക്കെ ആണ് ജീവിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ടുള്ളതായ ഒരു ഭൂമിയോ സ്വന്തമായിട്ടുള്ളതായ കൃഷിയോ സ്വസ്ഥമായി ചെയ്യുവാൻ അവർക്ക് അവസരമില്ലായിരുന്നു. എന്നാൽ ഈ ദാവീദും കൂടെ ഉണ്ടായിരുന്ന ഏകദേശം 400 പേരും കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആഹാരമൊക്കെ തേടിയാണ് അവർ ജീവിച്ചിരുന്നത്. 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാബാൽ എന്ന് പറയുന്നതായ ഒരു വലിയ പണക്കാരനായ മനുഷ്യനെ കാണാം. അവൻ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു അടിയന്തരം അന്ന് ഇങ്ങനെ നടത്തുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെയുള്ളതായ സമയങ്ങളിൽ വലിയ സദ്യയൊക്കെ നടത്തുന്നുണ്ട്. തൻ്റെ ദാസന്മാരും ദാസിമാരും ഒക്കെ വലിയ സെലിബ്രേഷൻ ചെയ്യുകയും വലിയ ഒരുക്കങ്ങളും ആഹാരമൊക്കെ ഉണ്ടാക്കുന്നറിഞ്ഞപ്പോൾ ദാവീദ് പറയുകയുണ്ടായി, ഇതാ നമ്മുടെ അടുത്തുള്ളതായ ആ മനുഷ്യൻ ഒരു ധനികനാണ്, നമ്മളുടെ ഭൃത്യന്മാരിൽ ചിലർ അവിടേക്ക് ചെല്ലുക, നമുക്ക് കുറച്ച് ആഹാരമൊക്കെ തരാനായിട്ട് അവരോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കി വിട്ടു എന്നുള്ളതായ ചരിത്രമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ വളരെ മദ്യപ്രിയനായിരുന്നു. മദ്യപിച്ച് ലക്കില്ലാതെ അവരെ കളിയാക്കി വിട്ടപ്പോൾ ദാവീദ് തീരുമാനിച്ചു, ഇവൻ നമ്മളെ ഇങ്ങനെ കളിയാക്കി വിട്ടതുകൊണ്ട് ഇവനെ കൊന്നു കളയണം എന്ന് വളരെ ദീക്ഷത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോഴാണ് ഒരു ഭൃത്യൻ അവൻ്റെ ഭാര്യയായിരുന്നായ ഈ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ ഈ വിവരമറിയുകയും തൻ്റെ ഭർത്താവിൻ്റെ വിവരക്കേട് അറിഞ്ഞിട്ട് പെട്ടെന്ന് ഭൃത്യനോട് പറയുകയാണ്, നല്ലൊരു വിരുന്ന് ഉണ്ടാക്കുക, കാളക്കിടാങ്ങളെയൊക്കെ അറക്കുക, മുന്തിരിക്കൊലകളും അങ്ങനെയുള്ളതായ നല്ല ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുക്കുക, എല്ലാം ശേഖരിച്ചുകൊണ്ട് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് ഇതാ ദാവീദിൻ്റെ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. അവൻ കടന്നു വന്ന് അവനും അവൻ്റെ കൂട്ടരും ഇവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം നിർമൂലമായി പോകും, നശിപ്പിച്ച് കളയും. അവൻ വളരെ കോപിതനായിട്ടാണ് വരുന്നത്. അങ്ങനെ ദാവീദ് വരുന്നതായ വഴിക്ക് ഇവരെ എതിരേറ്റ് ഈ അബീഗയിലും ഭൃത്യനും കടന്നു ചെല്ലുന്നു, ക്ഷമ ചോദിക്കുന്നു. ഭർത്താവിൻ്റെ വിവരക്കേടിനെക്കുറിച്ചുള്ളതായ
കാര്യമൊക്കെ അറിയിച്ച് ക്ഷമ ചോദിക്കുകയും അങ്ങനെ ഒരു സമാധാനത്തിൽ എത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾക്ക് അവിടെ ആ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 25-ാമത്തെ അധ്യായത്തിൽ കാണുമ്പോൾ ചില സമയങ്ങൾ കൂടെ കഴിഞ്ഞു. എന്നാൽ ഇവിടെ നാബാൽ ഒരു രോഗം പിടിച്ച് മരിച്ചു പോകുന്നു. എന്നിട്ട് അതിന് ശേഷമായിട്ട് വീണ്ടും വിവരങ്ങൾ അറിഞ്ഞിട്ട് ദാവീദ് അബീഗയിലിനെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ളതായ വിവരങ്ങളൊക്കെ ഈ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 26-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന വീണ്ടും ശൗൽ ദാവീദിനെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ച് വരുന്നതായ ചരിത്രമാണ്. എൻ്റെ മകനെ ദാവീദേ, നീ തന്നെയോ എന്ന് ചോദിച്ചതായ കരഞ്ഞുകൊണ്ട് പറഞ്ഞതായ ഈ മനുഷ്യൻ വീണ്ടും ഇവനെ കൊല്ലുവാൻ വേണ്ടി പടയാളികളുമായിട്ട് വരികയാണ്. പഴയതുപോലെ ശൗൽ കിടക്കുന്നതായ സ്ഥലം ദാവീദ് കണ്ടുപിടിച്ചതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 26-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അത് കണ്ടുപിടിച്ച് ദാവീദും തൻ്റെ സ്നേഹിതരായ പടയാളികളും കൂടെ ചെന്നിട്ട് ഈ ശൗലിൻ്റെ കുന്തവും ജലപാത്രവും ശൗലിൻ്റെ തലയ്ക്കൽ നിന്നും എടുത്ത് മാറ്റി. അവിടെ ശൗൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവരെ അത്രമാത്രം എക്സ്പെർട്ടാണ്. ഇന്നത്തെ CID പോലെ എല്ലാ കാര്യങ്ങളും ആരും അറിയാതെ അവിടേക്ക് കടന്നു ചെന്ന് എല്ലാം എടുത്ത് മാറ്റുവാൻ തക്കവണ്ണം വളരെ എക്സ്പെർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന പടയാളികളായിട്ടാണ് ദാവീദിനെയും കൂട്ടരെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ചെന്നിട്ട് ഈ ശൗലിനെ കൊന്നുകളയുന്നതിനുള്ളതായ സാഹചര്യം ഉണ്ടായിട്ടും അവനെ ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ഒരു അഭിഷക്തൻ എന്നുള്ളതായ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവനെ കാര്യം അറിയിക്കണം. അതിനുവേണ്ടി അടയാളമായിട്ട് കുന്തവും ജലപാത്രവും ശൗലിൻ്റെ തലയ്ക്കൽ നിന്നും എടുത്തു മാറ്റി വീണ്ടും വിളിച്ചു പറയുകയാണ്, ഇന്നലെ രാത്രി നിന്നെ കൊല്ലുവാനായിട്ടുള്ള അവസരമുണ്ടായിരുന്നു. നിൻ്റെ പടയാളികളൊന്നും നിന്നെ കാത്തില്ല. നിൻ്റെ കുന്തവും ജലപാത്രവും എന്തിയെ? ഇതായിരിക്കുന്നു, എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ശൗൽ കരയുകയാണ്. കരഞ്ഞിട്ട് എന്നാൽ ഒരു മനസാന്തരം ഇല്ലാത്ത കരച്ചിൽ എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. മനസാന്തരമില്ലാത്തതായ ഒരു കരച്ചിലിന് യാതൊരു വിലയുമില്ല. ഈ റിയലായിട്ടുള്ളതായ മനസാന്തരത്തോടുകൂടി കരഞ്ഞുവെങ്കിൽ മാത്രമേ ദൈവം അതിന് വില കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. 27-ാം അധ്യായത്തിലേക്ക് നമ്മൾ വേഗത്തിൽ കടന്നു പോവുകയാണ്. അവിടെ നമ്മൾ കാണുമ്പോൾ ദാവീദ് വീണ്ടും ഭയപ്പെട്ട്, ദാവീദിന് ജീവനെ ഭയമുണ്ട്. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാനൊക്കത്തില്ല, കൂടെയുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊക്കത്തില്ല, കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനൊക്കത്തില്ല. അങ്ങനെ ജീവനെ ഭയപ്പെട്ട ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോയതായിട്ട് കാണുന്നു. ഫെലിസ്ത്യ ദേശം എന്ന് പറഞ്ഞ ഒരു ശത്രുദേശമാണ്. ഒരിക്കലും അവിടെ പോകുവാൻ ഇഷ്ടമില്ല, എന്നാൽ നിർവാഹമില്ല. സ്വന്തം അമ്മായപ്പൻ, സ്വന്തം രാജ്യക്കാർ എല്ലാം തന്നെ കൊല്ലുവാൻ വേണ്ടി ഓടിക്കുകയാണ്. ഒരു പേപ്പട്ടിയെപ്പോലെ ഓടിക്കുകയാണ്. അങ്ങനെയുള്ളതായ അവസരത്തിലാണ് ഒരു ശത്രു രാജ്യമായ ഫെലിസ്ത്യരുടെ അടുക്കലേക്ക് ഈ ദാവീദ് അതുപോലെ തന്നെ കൂടെയുള്ളവരും അവിടേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ ഫെലിസ്ത്യ രാജ്യത്തേക്ക് കടന്നു ചെന്ന് കുറേ നാൾ അവിടെ പാർക്കുന്നതായിട്ടാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ, കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്നു. ശൗലും കൂട്ടരും പടയാളികളും മറുവശത്ത് യുദ്ധത്തിന് എതിരായി നിൽക്കുന്നതായിട്ടുള്ളതായ ചിത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിനൊക്കെ സ്ഥാനം കൊടുത്തുകൊണ്ടും ആരാധനയ്ക്കും യാഗത്തിനുമൊക്കെ സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ചതായ ശൗൽ ഒരു വലിയ യുദ്ധത്തിന് പോകുമ്പോൾ ഇവൻ സംഭ്രാന്തി പിടിച്ചവനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ എന്താണ് നമ്മൾക്ക് കാണുന്നത്? ഈ ശൗൽ ഒരു വലിയ കഷ്ടത്തിലായിരിക്കുന്നതായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 28-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ ശമൂവേൽ മരിച്ചതിന് ശേഷമായിട്ട് 28-ന്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ആത്മാവ് ശൗലിനെ വിട്ടുപോയി, ദുരാത്മാവ് ബാധിച്ചു എന്ന് അവിടെ കാണുന്നു. 28-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ശൗൽ ഫെലിസ്ത്യ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. മുമ്പ് പറഞ്ഞതുപോലെ ഫെലിസ്ത്യർ തയ്യാറാകുകയാണ്. അവരുടെ ആ സൈന്യത്തെ കൊണ്ട്
ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയി ഒരു ദുരാത്മാവൂടെ കടന്നു വന്നപ്പോൾ ആ ദുരാത്മാവ് കൂടെ ചേർന്ന് ഇവനെ വളരെയധികമായിട്ട് ഭയപ്പെടുത്തി ഞെട്ടിപ്പിച്ചു. അവന് ബലമില്ലാതായിപ്പോയി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ദൈവത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു വല്ലാത്ത അവസ്ഥ. ഈ ശൗൽ വളരെ കഷ്ടത്തിലായി എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് അവൻ തന്നെ ഒരു ഉപാധി കണ്ടുപിടിക്കുകയാണ്. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ദൈവത്തിൽ നിന്നും വിവരങ്ങൾ അറിയുവാൻ ഇനിയും ശമൂവേൽ പ്രവാചകനുമില്ല, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് അവൻ്റെ ആ ദുരാത്മാവ് ബാധിച്ചതായ മനസ്സ് ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ഒരു കാലത്ത് ഈ ശൗൽ തൻ്റെ രാജ്യത്തുള്ള വെളിച്ചപ്പാടത്തിമാരെയും മന്ത്രവാദികളെയെല്ലാം നശിപ്പിച്ചവനാണ്. ഇനിയും അതെല്ലാം വിലക്കിയവനാണ്. ഒരു മന്ത്രവാദിയെ അല്ലെങ്കിൽ വെളിച്ചപ്പാടത്തിയെ കണ്ടുപിടിക്കണം എന്നൊരു ആലോചന അറിയുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രാത്രിയിൽ വേഷം മാറിപ്പോകുന്നതായ ഗതികേടാണ് ഈ ശൗൽ രാജാവിന് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 28-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് ആ കാര്യം എഴുതിയിരിക്കുന്നത്. അവൻ പറയുകയാണ്, ഞാൻ മഹാകഷ്ടത്തിൽ, 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരായിട്ട് സ്വപ്നം കൊണ്ടാകട്ടെ ദൈവം എന്നോട് അരുളി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആശയെല്ലാം നഷ്ടപ്പെട്ടതായ ഒരു മനുഷ്യൻ. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കുന്നു, യഹോവ രാജ്യത്വം നിൻ്റെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കും, നാളെ നീയും നിൻ്റെ പുത്രന്മാരും എന്നോടുകൂടെ ചേരും. ഇതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ മെസ്സേജ് ശൗലിന് കിട്ടുന്നത്. അതായത് ഈ വെളിച്ചപ്പാടത്തെ അടുക്കിലേക്ക് പോകുന്നു, എന്നിട്ട് പറയുകയാണ്, എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു ആലോചന വേണം, അതുകൊണ്ട് ശൗലിൻ്റെ ആത്മാവിനെ ഇവിടേക്കൊന്ന് വരുത്തണം എന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാടത്തിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്നും ശൗലിനെ ഇവിടേക്ക് വിളിച്ച് വരുത്തുന്നതായിട്ട് കാണുന്നു. ഒരു ഇൻ്റർപ്രട്ടേഷൻ പറഞ്ഞാൽ ദൈവം അവിടെ ശൗലിനോട് സംസാരിക്കുവാൻ വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചതായിരിക്കാം എന്ന് നമ്മൾക്ക് വിചാരിക്കാമെന്നാണ് ഒരു കമൻ്ററിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ സെയിം ആലോചന ദൈവം നിന്നെ വിട്ടുമാറിയിരിക്കുന്നു, നിൻ്റെ രാജ്യത്വം മറ്റൊരുത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് നേരത്തെ ശമൂവേൽ പറഞ്ഞതായ ആ കാര്യം ഇവിടെ ഇവന് മെസ്സേജായിട്ട് കിട്ടുന്നു ആ വെളിച്ചപ്പാടത്തിയുടെ ആ ഭവനത്തിൽ നിന്നും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 29-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആഖീശ് രാജാവ് പോകുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആഖീശ് രാജാവ് ഈ ദാവീദുമായിട്ട് വളരെ നല്ല ഒരു ബന്ധത്തിലാണ്. തൻ്റെ സൈന്യത്തിൽ പോലും ചേർത്തുകൊണ്ട് തൻ്റെ സൈന്യത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ദാവീദിനെ കൂടെ ചേർക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. തങ്ങൾ ഫെലിസ്ത്യരാണെങ്കിൽ തന്നെയും ഈ ഇസ്രായേൽക്കാരനായ ദാവീദ് എൻ്റെ കൂടെ നിന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ പോരണമെന്ന് ശുപാർശ ചെയ്ത് എല്ലാം മുൻകൈയെടുക്കുന്നു. എന്നാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഫെലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാവരും ചേർന്ന് ഈ സിക്ലാഗിൽ താമസിക്കുന്നതായ ഈ ദാവീദിനെ നമ്മുടെ പടയിൽ ചേർക്കരുത്, അവൻ സമയം വരുമ്പോൾ നമ്മുടെ പക്ഷത്തിൽ നിന്ന് മാറി ഇസ്രായേലിൻ്റെ പക്ഷത്തിൽ ചേരും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരിച്ച് വിടുന്നതായിട്ട് കാണുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ ഈ പട്ടാളത്തിൽ കൂടെ ഇസ്രായേലിൻ്റെ നേർക്ക് യാത്ര ചെയ്ത് 2-3 ദിവസം അകലെയായപ്പോൾ ഭവനത്തിൽ അഥവാ ഈ സിക്ലാഗിൽ താമസിക്കുന്ന ഈ സ്വന്തം സ്ഥലത്ത് ഭാര്യമാരും കുഞ്ഞുങ്ങളും മൃഗങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. ആണുങ്ങൾ എല്ലാവരും ഈ ആഖീശ് രാജാവിൻ്റെ കൂടെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരു അണിയായിട്ട് മുൻപോട്ട് പോകുന്നതായി യാത്രയാണ്. അവിടെ വെച്ചാണ് ഈ പ്രഭുക്കന്മാർ അവരെ നിരുത്സാഹപ്പെടുത്തി തിരിച്ച് വിടുന്നത്. അവർ തിരിച്ചു വരുമ്പോഴേക്കും ഒരു വലിയ
ആപത്തിൻ്റെ കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 3-ാമത്തെ ദിവസം ചാപ്റ്റർ 30 നമ്മൾക്ക് ചാപ്റ്റർ 30-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്ന 3-ാമത്തെ ദിവസം ദാവീദും കൂടെയുള്ളവരും സിക്ലാഗിൽ വന്നു. അവിടെ കണ്ടതായ കാഴ്ച ഭയങ്കരമായിരുന്നു. തൻ്റെ തങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും സ്വത്തുക്കളും എല്ലാം കവർച്ച ചെയ്തുകൊണ്ട് അമാലേക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടർ അവർ കവർച്ച ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവർ താമസിക്കുന്നതായ വീടുകൾ, കൂരകൾ എല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ ആരും താമസിക്കേണ്ട, അവർ വന്നു കഴിഞ്ഞാലും താമസിക്കുവാനൊരു സ്ഥലമില്ല, അവർ എവിടെയൊക്കെയെങ്കിലും ഓടിപ്പോകണം, ഇനി ഞങ്ങളുടെ പുറകെ വരരുത് എന്ന് വെച്ചുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഈ തീ വെച്ച് ചുട്ടുകളയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഇന്നും ബോംബുകൾ, മിസൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ നിവാസ സൗകര്യമുള്ളതായ പട്ടണങ്ങൾ പോലും വീടുകളെല്ലാം നശിപ്പിച്ച, ഓഫീസുകളെല്ലാം നശിപ്പിച്ച, വഴികളും പാലങ്ങളും എല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ, നിവാസയോഗ്യം അല്ലാതെയായി കഴിയുമ്പോൾ ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകുന്നത് പോലെ പോകണം എന്നുള്ള ഉദ്ദേശത്തിലൂടെ ഈ സിക്ലാഗ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള വീടുകളും എല്ലാം നശിപ്പിച്ചു. ഇവരുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ട് അടിമകളായിട്ട് അവരുടെ രാജ്യത്തേക്ക് പോകുന്നതായിട്ടാണ് ഈ അമാലേക്യരെ നമ്മൾക്ക് കാണുന്നത്. ഈ അമാലേക്യരെയാണ് പൂർണ്ണമായിട്ട് നശിപ്പിക്കണം എന്ന് ശൗലിനോട് ദൈവം നേരത്തെ പറഞ്ഞത്. എന്നാൽ ശമൂവേൽ അനുസരണക്കേട് കാണിച്ചതിനാൽ വീണ്ടും വീണ്ടും ഇസ്രായേലിന് വളരെ പ്രശ്നമായി തീർന്നതായ ഒരു കൂട്ടരാണ് അമാലേക്യർ എന്ന് പറയുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ ദാവീദിൻ്റെ ഹൃദയം വളരെ വേദനയാൽ നിറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, ബലം ഇല്ലാതെയാകുവോളം ദാവീദ് കരഞ്ഞു എന്നാണ്. കൂടെയുള്ളവർ എല്ലാവരും അതുപോലെ വിഷമത്തിലായി കരഞ്ഞു. എന്നാൽ കൂടെയുള്ളവർ എല്ലാവരും ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണം, കാരണം ഇവനാണ് ലീഡർ, ഇവനാണ് രാജാവിൻ്റെ കൂടെ ഫെലിസ്ത്യരുടെ കൂടെ യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോയത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നതായ ഒരു കാര്യം നമുക്ക് കാണുന്നത്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നാണ്. തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടതായ ദാവീദ് കരഞ്ഞ് കണ്ണുനീരെല്ലാം തീർന്നു എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു പ്രത്യാശ അവൻ്റെ ജീവിതത്തിൽ വന്നു. ഹൃദയത്തിൽ ധൈര്യം ഉദിച്ചു, ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദൈവത്തിൽ നിന്നും ആ ധൈര്യം തൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് എടുത്ത് പ്രാപിച്ചതായ ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അവൻ എടുക്കുന്നത്, ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഞാനിവിടെ എല്ലാം നശിച്ചവനായിട്ടിരിക്കുന്നു, ഞങ്ങൾ പിന്തുടർന്നാൽ ഞങ്ങൾക്കുള്ളതിനെയൊക്കെ പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുമോ? ദൈവത്തിൻ്റെ ആലോചന അവന് കിട്ടി, നീ പോവുക, നിശ്ചയമായിട്ടും നീ അവരെ പിന്തുടരുക, അവരെ പിടിച്ചെടുക്കാം എന്ന് പറയുന്നു. എന്നിട്ട് 600 പേർ ഒരുമിച്ച് അവരുടെ പ്രകാരം പോകുന്നു. എവിടേക്കാണ് പോയതെന്നുള്ളതായ നിശ്ചയം അവർക്ക് ഇല്ല, എന്നാൽ ഒരു ഉദ്ദേശം വെച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ ഒരു അസുഖം പിടിച്ചെടുക്കുന്ന ഒരു ഇസ്രായേലിനെ കണ്ടു. അവനെ ആഹാരവും വെള്ളമൊക്കെ കൊടുത്തിട്ട് അവനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു കൂട്ടർ യുദ്ധം ചെയ്ത ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞാനും അവരുടെ കൂട്ടത്തിൽ ഉള്ളതായിരുന്നു, ഞാനൊരു ഇസ്രായേലിനാണ്, അവരുടെ അടിമയായിട്ട് വർക്ക് ചെയ്യുന്നവനാണ്. അവൻ ഇതുപോലെ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ വഴിയായിട്ട് പോകുന്നു. അവൻ്റെ സഹായത്തോടുകൂടെ ദാവീദും കൂട്ടരും അവരെ കണ്ടുപിടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 600 പേര് യാത്ര ചെയ്യുന്നു. അവിടെ ഒരു തോടിൻ്റെ ആ വക്കത്ത് ചെന്നപ്പോൾ ആ ഒഴുക്ക് കടക്കുവാനായിട്ട് നീന്തിക്കടക്കുവാനോ ഇറങ്ങിക്കടക്കുവാനോ ബലമില്ലാത്തവരായിട്ട് 200 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ബാക്കിയുള്ള 400 പേർ മുൻപോട്ടുള്ള യാത്ര ചെയ്ത് അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ദാവീദും കൂടെയുള്ളതായ 400 പേരും ചേർന്ന് അമാലേക്യരോട് യുദ്ധം ചെയ്ത് തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സമ്പത്തുകളെയും കൊള്ളയായിട്ട് പിടിച്ചുകൊണ്ട് പോയ എല്ലാറ്റിനെയും തിരിച്ച് കൊണ്ടുവന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സംഭവം ഈ സിക്ലാഗിൽ ഇങ്ങനെ നടക്കുമ്പോൾ
ആ പ്രശ്നത്തെ ദാവീദ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു യുദ്ധം അങ്ങേ വശത്ത് നടക്കുകയാണ്. ഫെലിസ്ത്യരും ഇസ്രയേലുമായുള്ള യുദ്ധം. 31 അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റ് ഓടി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫെലിസ്ത്യർ ശൗലിൻ്റെ 3 പുത്രന്മാരെയും കൊന്നുകളഞ്ഞതായിട്ട് കാണുന്നു. യോനാഥാൻ ഉൾപ്പെടെയുള്ളതായ 3 പുത്രന്മാരെയും ശൗലിൻ്റെ വംശത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവരെ കൊന്നുകളഞ്ഞു എന്ന് കാണുന്നു. എന്നിട്ട് ശൗൽ തൻ്റെ ആയുധവാഹനോടുകൂടെ വീണ്ടും യുദ്ധം ചെയ്യുകയാണ്. വളരെ വിഷമമേറിയ അവസ്ഥയിൽ വന്നു. ചുറ്റുപാടും ഫെലിസ്ത്യർ വന്നു. താൻ മരിക്കുമെന്നുള്ളതായ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ അഗ്രചർമ്മികളാൽ ഞാൻ കൊല്ലപ്പെടരുത്, അവരുടെ വാള എൻ്റെ ഹൃദയത്തിൽ കടക്കരുത് എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ ആയുധവാഹനോട് പറയുകയാണ്, നിൻ്റെ കുന്തം എൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുക, ഞാൻ മരിക്കട്ടെ, അങ്ങനെ ഇവർ എന്നെ അപമാനിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനുള്ള മനസ്സ് കാണിച്ചില്ല. അതുകൊണ്ട് അവൻ എന്തു ചെയ്തു? ശൗൽ തൻ്റെ കുന്തം നിലത്ത് വെച്ചിട്ട് ആ കുന്തത്തിൻ്റെ മേൽ വീണ് അത് മരിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ അതിൻ്റെ ആയുധവാഹനം അതുപോലെ ചെയ്യുന്നതായിട്ട് ആണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിറ്റേ ദിവസം ഫെലിസ്ത്യർ വന്ന് ശൗലിൻ്റെ തല വെട്ടിക്കളഞ്ഞു. എന്നിട്ട് മാത്രമല്ല അവൻ്റെ ശരീരമെല്ലാം എടുത്തു, അവൻ്റെ പുത്രന്മാരുടെ ശരീരമൊക്കെ എടുത്തു, അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ചു. അങ്ങനെ അവർ വിജയം ആഘോഷിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾക്ക് കാണാനായിട്ട് 11 അധ്യായം 31 വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത്, ഇസ്രായേലിലെ യാബീസ് നിവാസികൾ ഈ വിവരം അറിഞ്ഞു. അവർ വളരെ ശൂരന്മാരായിട്ടുള്ളതായ മനുഷ്യരാണ്. അപ്പോൾ അവർ രാത്രിയിൽ ചെന്നു, ഒരു ഫൈറ്റിന് വേണ്ടി തയ്യാറാകാതെ രാത്രിയിൽ വളരെ സീക്രട്ടായിട്ട് ചെന്നിട്ട് അവരുടെ ആ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ശൗലിൻ്റെയും മക്കളുടെയും ശരീരം അവിടെ നിന്നും എടുത്ത് തോളിൽ വഹിച്ചുകൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് യാബേസിൽ അടക്കം ചെയ്തു എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 16 അധ്യായം മുതൽ 31 അധ്യായം വരെ വളരെ വേഗത്തിൽ ഇത് കവർ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചു. എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ നിങ്ങൾ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് കുറേ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഈ ബൈബിളിൻ്റെ ഓരോ അധ്യായങ്ങളും നമ്മൾ അധ്യായമായിട്ട് പോകുമ്പോൾ നമ്മളുടെ തുടർന്നുള്ളതായ പഠനങ്ങൾക്ക് പുറകാലെ നമ്മൾ വായിക്കുമ്പോൾ ഇത് കുറേ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മളുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ശമൂവേൽ എന്നുള്ളതായ പുസ്തകം ഇവിടെ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? 1 ശമൂവേലിൽ നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കാതെ പോയ വീരനായ ഒരു ശൗലിൻ്റെ ജീവിതത്തിൻ്റെ പതനത്തെക്കുറിച്ച് നമ്മൾക്കിവിടെ കാണുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്തു, ആ അഭിഷേകത്തെ സൂക്ഷിക്കാതെ നഷ്ടപ്പെട്ട് അനുസരിക്കാതെ പോയതായ ശൗലിൻ്റെ ആ കിരീടം മറ്റൊരുത്തന് കൊടുക്കുന്നു. ദാവീദിന് വേണ്ടി ദൈവം മാറ്റിവെക്കുന്നു. ദാവീദിനെ ചൂസ് ചെയ്യുന്നു. ആ അഭിഷേകം അവൻ്റെ തലയിലേക്ക് ഒഴിക്കുന്നു എന്നുള്ളതായ ചിത്രം നമ്മൾക്ക് കാണുന്നു. അപ്പോൾ നമ്മൾക്ക് ഉള്ളതായ കിരീടം മറ്റൊരാളെ എടുക്കാതെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദർശനം കൊടുത്ത് അതിനുള്ളതായ ശക്തി കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും അഭിഷേകം കൊടുത്തതായ ശൗലിത ദർശനം തെറ്റിയ ഒരു ലീഡറായിട്ട് ജനത്തെ സേവിക്കുന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ പുറകെ ലക്ഷ്യം കൊണ്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി ഓടുന്നതായ ലക്ഷ്യം തെറ്റിയതായ ഒരു ലീഡറെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം അഭിഷേകം ചെയ്തതായ ഒരു വ്യക്തിയെ ഒരിക്കലും എൻ്റെ കൈകൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ കൈകളെ വിശുദ്ധിയോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നതായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായ ദാവീദിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആദ്യ സ്റ്റെപ്പുകളാണ് ഈ ശമൂവേലിൻ്റെ പുസ്തകം 1
പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇനിയും അടുത്ത ആഴ്ച നമ്മൾ ലെസൺ 20 പഠിക്കുന്നത്. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഷെയർ ചെയ്യുക. നമ്മളുടെ യുവജനങ്ങളെ ഒക്കെ ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ടതിനും അവർക്ക് ദൈവവചനം ഹൃദയസ്ഥമാക്കേണ്ടതിനും നമ്മളുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിക്കുക എന്ന് പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ പാഠങ്ങളൊക്കെ നമുക്ക് തക്ക സമയത്ത് ലഭിക്കും.